നമസ്കാരം. USA വീക്ക്ലി ന്യൂസിലേക്ക് സ്വാഗതം. മാരകശക്തിയുള്ള തോക്കുകളുടെ വിൽപ്പന നിയന്ത്രിച്ചുകൊണ്ടുള്ള നിയമത്തിന് സെനറ്റ് അംഗീകാരം നൽകി. 8-നെതിരെ 10 വോട്ടുകൾക്കാണ് സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി അംഗീകാരം നൽകിയത്. എന്നാൽ റിപ്പബ്ലിക്കൻസിന് ഭൂരിപക്ഷമുള്ള കോൺഗ്രസിൽ ഈ ബില്ലിന് അംഗീകാരം ലഭിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. NRAയ്ക്ക് വലിയ സ്വാധീനമുള്ള റിപ്പബ്ലിക്കൻ കോൺഗ്രസ് അംഗങ്ങൾ ശക്തമായ എതിർപ്പ് പ്രകടിപ്പിക്കുമെന്ന് നിരീക്ഷകർ കരുതുന്നു. ഡിസംബറിൽ ന്യൂ ടൗൺ എലിമെന്ററി സ്കൂളിൽ നടന്ന വെടിവയ്പിൽ 26 കുട്ടികൾ കൊല്ലപ്പെട്ടതിനു ശേഷം ഭൂരിപക്ഷം അമേരിക്കക്കാരും ഇങ്ങനെ ഒരു ബില്ലിനെ അനുകൂലിക്കുന്നതായി കണ്ടെത്തി. 2012 കഴിഞ്ഞ 60 വർഷത്തിലാദ്യമായി ന്യൂയോർക്ക് നഗരത്തിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും താമസം മാറി വന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി. 2012 ജനസംഖ്യാ കണക്കുകൾ അനുസരിച്ച് ന്യൂയോർക്ക് നഗരത്തിലെ ജനസംഖ്യ 8.3 മില്യനായതായി മേയർ മൈക്കിൾ ബ്ലൂംബെർഗ് അറിയിച്ചു. കഴിഞ്ഞ വർഷം 12,200 ആളുകളാണ് നഗരത്തിലേക്ക് പുതുതായി കുടിയേറിയത്. ഇതിനു മുൻപ് ന്യൂയോർക്ക് നഗരത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ കുടിയേറിയത് 1950 ആയിരുന്നു. ഇല്ലിനോയ് സംസ്ഥാനത്ത് കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ സെൽഫോണിന്റെ ഉപയോഗം, ടെക്സ്റ്റിംഗ് എന്നിവ നിരോധിച്ചുകൊണ്ടുള്ള നിയമം ഇല്ലിനോയ് അസംബ്ലി പാസാക്കി. ഈ ബില്ലിൽ അത്യാവശ്യ സാഹചര്യങ്ങളിൽ ഒഴികെയുള്ള മറ്റ് സന്ദർഭങ്ങളിൽ സെൽഫോൺ ഉപയോഗിക്കുന്നത് വാഹനം റോഡരികിൽ മാറ്റി നിർത്തിയിട്ടതിന് ശേഷമേ പാടുള്ളൂ എന്ന് വ്യവസ്ഥ ചെയ്യുന്ന നിയമം ഉപരിസഭയായ സെനറ്റിന്റെ അംഗീകാരം ലഭിച്ചാലുടൻ പ്രാബല്യത്തിൽ വരുത്തുന്നതാണ്. ഇപ്പോൾ തന്നെ 10 സംസ്ഥാനങ്ങൾ സെൽഫോൺ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള നിയമങ്ങൾ പാസാക്കിയിട്ടുണ്ട്. 2009 ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാത്തതുമൂലം IRSൽ $917 മില്യൺ തിരിച്ചു കൊടുക്കാതെ കെട്ടിക്കിടക്കുന്നത്. 2009 ടാക്സ് റിട്ടേൺ അപേക്ഷ നൽകാത്തവർക്ക് ഏപ്രിൽ 15 വരെ അപേക്ഷ സമർപ്പിക്കാൻ സൗകര്യം ലഭിക്കുന്നതാണ്. ഈ കാലാവധിക്ക് ശേഷവും അപേക്ഷ സമർപ്പിച്ചില്ല എങ്കിൽ ഈ തുക മുഴുവനും US ട്രഷറിയിലേക്ക് കണ്ടുകെട്ടുന്നതായിരിക്കും. താമസിച്ച് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്ക് IRS പിഴ ഈടാക്കുന്നതല്ല. സാംസങ് കമ്പനിയുടെ പുതിയ സ്മാർട്ട് ഫോൺ ഗാലക്സി S4 വിപണിയിലിറങ്ങി. ന്യൂയോർക്കിലെ റേഡിയോ സിറ്റി മ്യൂസിക് ഹാളിൽ നടന്ന ചടങ്ങ് ലോകമെമ്പാടുമായി 4 ലക്ഷത്തോളം പേർ ഇന്റർനെറ്റിൽ തത്സമയം കാണുകയുണ്ടായി. 5 ഇഞ്ച് സ്ക്രീൻ വലിപ്പമുള്ള ഗാലക്സി S4ൽ ശക്തി കൂടിയ പ്രോസസർ, 13 മെഗാ പിക്സൽ ക്യാമറ, 2GB റാം തുടങ്ങിയവ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പോളികാർബണേറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ ഫോണിന് ഗാലക്സി S3യേക്കാൾ കനം കുറവാണ്. ഫോണിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇൻഫ്രാറെഡ് സെൻസർ ഉപയോഗിച്ച് ഈ ഫോൺ ടെലിവിഷൻ റിമോട്ട് കൺട്രോളായും ഉപയോഗിക്കാവുന്നതാണ്. ക്ലൗഡ് ഡ്രൈവിൽ വീഡിയോകളും സിനിമകളും അതുപോലെയുള്ള വിവരങ്ങളും സൂക്ഷിക്കുന്നവർ ശ്രദ്ധിക്കുക. ക്ലൗഡ് ഡ്രൈവിൽ ഉപഭോക്താക്കൾ സൂക്ഷിച്ചു വയ്ക്കുന്ന വിവരങ്ങൾ പരിശോധിക്കാൻ അതിന് സൗകര്യം നൽകുന്ന കമ്പനികൾക്ക് അനുവാദമുണ്ട്. ക്ലൗഡിൽ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റകൾ നിയമപരമാണോ എന്ന് പരിശോധിക്കുകയും അവ അനധികൃതമാണെന്ന് കണ്ടാൽ വിവരങ്ങൾ മറ്റ് ഏജൻസികൾക്ക് കൈമാറുന്നതുമാണ്. ഉദാഹരണത്തിന്, പണം കൊടുത്തു വാങ്ങിയ DVD വിവരങ്ങൾ ക്ലൗഡിൽ സ്റ്റോർ ചെയ്താൽ അവ കോപ്പിറൈറ്റ് ലംഘനമാണ്. DVD നിർമ്മിച്ച കമ്പനിക്ക് ഉപഭോക്താവിനെതിരെ കോപ്പിറൈറ്റ് ലംഘനത്തിന് കേസ് കൊടുക്കുവാൻ കഴിയുന്നതുമാണ്. ദീർഘകാലം ഉപരിപഠനത്തിനായി വത്തിക്കാനിൽ താമസിക്കുകയും ഇപ്പോൾ ഫിലാഡൽഫിയ സെയിന്റ് ജോൺ ന്യൂമൻ കാനായ മിഷൻ ഡയറക്ടറുമായ ഫാദർ മാത്യു മണക്കാട് പുതിയ മാർപ്പാപ്പ ഫ്രാൻസിസ് ഒന്നാമന്റെ തിരഞ്ഞെടുപ്പിനെ പറ്റി കൈരളി TV USAയോടെ സംസാരിക്കുകയുണ്ടായി. ഫാദർ മാത്യു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ശവസംസ്കാര ശുശ്രൂഷകളിലും ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിലും സ്ഥാനാരോഹണ ചടങ്ങിലും സംബന്ധിച്ചിരുന്നു. നമുക്കറിയാം, ഈ പ്രാവശ്യത്തെ മാർപ്പാപ്പ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ലോകം മറ്റേത് അവസരത്തിലെ മാർപ്പാപ്പയുടെ തിരഞ്ഞെടുപ്പിനേക്കാൾ വളരെ ശ്രദ്ധയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ്. കാരണം ഒരു പാപ്പ രാജിവെച്ചിട്ട് പിന്നീട് വരുന്ന രാജിയെ സംബന്ധിച്ച് തന്നെ ചില പത്രങ്ങളിലൊക്കെ പല രീതിയിൽ പല മീഡിയകളും പറഞ്ഞിരുന്നു. ഏതായാലും വളരെ ശക്തരായിട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ളവരുണ്ടായിരുന്നിട്ട് അവരെ ആരെയും കർദിനാളന്മാർ തിരഞ്ഞെടുക്കാതെ ഒരു വളരെ സാധുവായിട്ട് ജീവിച്ചിരുന്ന അർജന്റീനയിലെ ബോനസ് ആയറസിലെ ആ വലിയ രൂപതയുടെ മെത്രാപ്പൊലീത്തയും കർദിനാളുമായിരുന്ന ബെർഗോളിയോ എന്ന കാർഡിനലിനെ തിരഞ്ഞെടുത്തു എന്നുള്ളത് വലിയ മാറ്റങ്ങൾക്ക് ഇടയാകുമെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പ്രതീക്ഷ. കാരണം വത്തിക്കാനിലെ രീതികളും അവിടുത്തെ കാര്യങ്ങളൊക്കെ കുറെ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ജീവിച്ച ഒരു കർദിനാള്, അദ്ദേഹം
ആർച്ച് ബിഷപ്പിന്റെ വലിയ വീട്ടിൽ നിന്ന് ഒരു ചെറിയ അപ്പാർട്ട്മെന്റിലേക്ക് പോയി താമസിക്കുകയും സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുകയും ബസ്സിന് അർച്ചഡൈസ് ഓഫീസിലേക്ക് പോവുകയും ചെയ്തിരുന്ന ഒരു ജീവിത ശൈലി. അതുപോലെ അടുത്തുള്ള ചേരികളിൽ പോയിട്ട് മിക്കവാറും അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ പോയി കാണാനായിട്ട് ശ്രദ്ധിക്കുന്നു, അവർക്ക് സഹായം കൊടുക്കുന്നു. അങ്ങനെ പറയുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന വളരെ എളിയ ജീവിത ശൈലിയുള്ള ഒരു കർദിനാള്. അദ്ദേഹം 76 വയസ്സായിട്ടും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും ദൈവത്തിന്റെ ശക്തമായ ഇടപെടൽ അതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ബോനസ് എയർസ് എന്ന് പറഞ്ഞ ആ വാക്കിന്റെ അർത്ഥം തന്നെ ഫ്രഷ് എയർ എന്നാണ്. അപ്പോഴത്തേക്കും കത്തോലിക്ക സഭയിലേക്ക് ഒരു ശുദ്ധവായു എന്ന് വെച്ചാൽ ഇപ്പോ എല്ലാം മോശമായി കിടക്കുന്നു ഞാൻ പറയുന്നില്ല, എന്നാലും ശുദ്ധവായു കൊണ്ടുവരുന്നു എന്നുള്ള ഒരു 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 അർത്ഥം കൂടി ഞാൻ അതിനകത്ത് കാണുകയാണ് ബോനസ് അയറസ് എന്നുള്ള വാക്കിൽ തന്നെ. അപ്പൊ അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞ ചുരുങ്ങിയ ദിവസം കൊണ്ട് ജനത്തിന്റെ ഹൃദയം കവർന്ന ആളാണ്. നമുക്കറിയാവുന്ന അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തി ജനത്തെ ആദ്യം കണ്ടപ്പം തല കുനിച്ചു നിന്ന് ആദ്യം ജനത്തിന്റെ ആശീർവാദം സ്വീകരിച്ചു. അദ്ദേഹത്തിന് പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അദ്ദേഹം മാതാവിന്റെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് പോയിട്ട് തിരിച്ചു വന്നപ്പം അദ്ദേഹം താമസിച്ചിരുന്ന ഹോട്ടൽ, അതായത് കാസാദൽ ക്ലേരോ എന്ന വത്തിക്കാനിലെ മെത്രാന്മാരൊക്കെ താമസിക്കുന്ന സ്ഥലം, ഞാൻ അവിടെ പോയി എനിക്കറിയാവുന്ന ഒരു സ്ഥലമാണ്. അവിടെ കയറി തന്റെ മുറിയിൽ പോയി ബാഗ് എടുത്തുകൊണ്ട് വന്ന് അവിടെ ഉണ്ടാകുന്ന ജോലിക്കാരെയൊക്കെ ഗ്രീറ്റ് ചെയ്ത് തന്റെ ബില്ല് പേ ചെയ്ത് തിരിച്ചു വന്നു എന്നുള്ളതൊക്കെ നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ വയ്യാത്തൊരു കാര്യമാണ് ഒരു മാർപ്പാപ്പായിൽ നിന്ന്. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം വലിയ മാറ്റങ്ങൾക്ക് സഭയിൽ കാരണം ഉണ്ടാക്കും എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. അതുകൊണ്ട് ലോകം വളരെ പ്രതീക്ഷയോടു കൂടിയാണ് അദ്ദേഹത്തിലേക്ക് ഉറ്റു നോക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ പേരെടുത്ത് തന്നെ ഫ്രാൻസിസ് എന്നുള്ളത് സാധാരണ ഒരിക്കലും അങ്ങനെ മുൻപിലുള്ള ഏതെങ്കിലും പ്രഗത്ഭനായ മാർപ്പാപ്പായുടെ പേരാണ് സാധാരണ എടുക്കുന്നത്. ഇത് ഒരു മാർപ്പാപ്പായും സ്വീകരിക്കാത്തൊരു പേര്. ഏറ്റവും എളിയ ജീവിത ശൈലി സ്വീകരിച്ച ഫ്രാൻസിസ് അസീസിയുടെ എല്ലാ സ്വത്തും പാവങ്ങൾക്ക് കൊടുത്തിട്ടെല്ലാം ഉപേക്ഷിച്ച് രണ്ടാമത്തെ ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസിന്റെ പേര് അദ്ദേഹം എടുത്തു എന്നുള്ളത് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം അനുഷ്ഠിക്കുന്ന ആ വലിയ സിംപ്ലിസിറ്റിയുടെ ഒരു വലിയ സൂചനയാണ്. അപ്പൊ ഭാവിയിലേക്ക് ഏതായിരിക്കും ജീവിത ശൈലി എന്നും അത് സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം വ്യക്തമായിട്ട് എന്തെന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ആ ജീവിത ശൈലിയിൽ. സാധാരണ മാർപ്പാപ്പയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ഉടനെ നിർത്തുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കാതെ വിസമ്മതിച്ചു. കർദിനാളന്മാരെ കൂട്ടത്തിൽ തന്നെ നിന്നു. അദ്ദേഹത്തിന് നൽകിയ കാറിലല്ല അദ്ദേഹം താമസിക്കുന്ന സ്ഥലത്തേക്ക് പോയത്, അദ്ദേഹം മറ്റ് കർദിനാളന്മാരുടെ കൂട്ടത്തിൽ ബസ്സിൽ പോയി. ഇതൊക്കെ വലിയ മാറ്റങ്ങൾക്ക് കാരണമാണ്. പിന്നെ ലത്തീൻ അമേരിക്കയിൽ 40% കത്തോലിക്കർ ജീവിക്കുന്ന ലത്തീൻ അമേരിക്കയിലാണ്. ലത്തീൻ അമേരിക്കയിൽ നിന്ന് ഒരു മാർപ്പാപ്പായെ തിരഞ്ഞെടുത്തു എന്നുള്ളതും വലിയ ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കും എന്നുള്ളതാണ്. വളരെ നല്ല ആർക്കും ഹൃദയത്തിലെ വലിയൊരു ഫ്രഷ്നെസ്, ഒരു പുതിയ ഉന്മേഷം തോന്നുന്ന ഒരു ന്യൂനെസ്, ഒരു റിഫോം ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പായിരുന്നു എനിക്ക് ഉള്ളത്. വളരെ സന്തോഷം. എനിക്ക് പേഴ്സണലായിട്ട് വളരെ ഏറെ ഒരു താല്പര്യം ഇദ്ദേഹത്തോട് തോന്നുന്നുണ്ട്. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നു എന്നുള്ളതാണ് എന്റെ പ്രതീക്ഷ. താങ്ക് യു വെരി മച്ച്. റവറൻഡ് ഫാദർ ജേക്കബ് കുറുപ്പനകത്തിന്റെ നേതൃത്വത്തിലുള്ള ധ്യാനം ട്രൈ സ്റ്റേറ്റിലും ഫിലാഡൽഫിയയിലും നടക്കുകയുണ്ടായി. ഷാലോം ടിവിയിലൂടെ വചനപ്രഘോഷണം നടത്തുന്ന ഫാദർ ജേക്കബ് പിറവം കത്തോലിക്ക പള്ളി വികാരിയുമാണ്. വചനപ്രഘോഷണത്തിനായി 2ാം തവണയും അമേരിക്കയിലെത്തിയ ഇദ്ദേഹം താമ്പ, സാൻ ഹൊസെ, അറ്റ്ലാന്റ എന്നിവിടങ്ങളിലും ധ്യാനങ്ങൾ നടത്തുന്നതാണ്. ഗാർലൻഡ് സെയിന്റ് തോമസ് സീറോ മലബാർ കാത്തലിക് ദേവാലയത്തിൽ വെച്ച് നടന്ന ഇന്റർ പാരിഷ് ടാലന്റ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം ഫാദർ ജോജി കണിയാമ്പടിക്കൽ, ഫാദർ ജേക്കബ് ക്രിസ്റ്റി പറമ്പുകാട്ടിൽ, ഫാദർ ജോൺസ്റ്റി തച്ചാറ, ഫാദർ കുര്യാക്കോസ് കുമ്പിക്കൽ എന്നിവർ ചേർന്ന് നിലവിളക്ക് കൊളുത്തി നിർവഹിച്ചു. ടെക്സസ് ഓക്ലഹോമ റീജിയനിലെ 7 ദേവാലയങ്ങളിൽ നിന്നായി 300ഓളം സൺഡേ സ്കൂൾ കുട്ടികൾ ഈ യുവജനോത്സവത്തിൽ പങ്കെടുത്തു. വിവിധ മത്സരങ്ങളിലായി ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടിയ ഗാർലൻഡ് സെയിന്റ് തോമസ് ദേവാലയം ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. സെയിന്റ് ജോസഫ് ചർച്ച് ഹ്യൂസ്റ്റൺ, സെയിന്റ് അൽഫോൻസ ചർച്ച് കൊപ്പേൽ ദേവാലയങ്ങൾ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി.
തഴുകി വരും ഒഴുകി വരും തഴുകി വരും അഴകൊഴുകും തിരപുണരും പുണ്യജോർദാൻ നദീതീരമേ യൂദായിൻ കുളിർ തീരമേ മേഘമായി കാത്തുപാലിച്ചൊരു വചനം ചെങ്കടൽ രണ്ടായി പിളരുവാൻ കൽപ്പിച്ച വചനം സീനായിലന്നു തൻ കൽപ്പനയേകിയ വചനം മന്നയായി പറവയായി ഭക്ഷണമേകിയ വചനം വചനം പാവന വചനം ഭാസുര വചനം പാപവിമോചക വചനം ഓം പൂജ്യനാമം ഓം സമ്പൂർണം പാവനം പാലനം ശോഭനം ആശ്രിതം ദയാശ്രിതം വന്ദനം വാഴ്ക വാഴ്ക വചനം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം മൃദുചലനം ജലചലനം മൃദുചലനം ജലചലനം വചനം തിരിയുകയായി പ്രപഞ്ചമുണരുകയായി വചനം തിരിയുകയായി പ്രപഞ്ചമുണരുകയായി നീലമാനമായി നീളമേഘമായി ഹരിതഭൂമിയായി ഹർഷബാഷ്പമായി കരകടലിരവകൾ അതിശയ കാഴ്ചകളായി ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ആദിസ്വരൂപം തേജസ്വരൂപം ആദിയനാദിസ്വഭാവം ഓം പരിപാവനാമം വചനം ഓം പരിത്രാണസ്നേഹം വചനം ഓം പരിഹാരയാഗം വചനം ദീപം രൂപം
ജ്ഞാനായ വുമൺ ഫോറം ഓഫ് നോർത്ത് അമേരിക്കയുടെ 2013-15 ഭാരവാഹികളുടെ സത്യപ്രതിജ്ഞ ഷിക്കാഗോയിൽ വെച്ച് നടക്കുകയുണ്ടായി. നോർത്ത് അമേരിക്ക, കാനഡ എന്നിവിടങ്ങളിലായി 19 ശാഖകളുള്ള ഈ ഫോറത്തിന്റെ ഭാരവാഹികൾ മീര ഉറുമ്പത്ത് പ്രസിഡന്റ്, ജെയ്മോൾ പീടികയിൽ സെക്രട്ടറി, ചിന്നു തോട്ടം വൈസ് പ്രസിഡന്റ്, ജിജി കല്ലുമണ്ണിൽ ട്രഷറർ, ജെയ്ബി ചെറുകര ജോയിന്റ് സെക്രട്ടറി, ബീന താത്തൻകിണറ്റുകര ജോയിന്റ് ട്രഷറർ എന്നിവരാണ്. മനീഷി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയുടെ 3ാമത് ദേശീയ നാടകോത്സവം മെയ് 26-ന് മെറിലൻഡ് ബെത്സേദ തോമസ് പൈൽ മിഡിൽ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 10ഓളം നാടക ഗ്രൂപ്പുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ്. പ്രശസ്ത കലാകാരനും കേരള സംഗീത നാടക അക്കാദമി ചെയർമാനുമായ സൂര്യ കൃഷ്ണമൂർത്തി, ഡോക്ടർ MV പിള്ള തുടങ്ങിയവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കുന്നതാണ്. ഷാഫി പ്രഭാകർ, തോമസ് ജോസ്, ബാലചന്ദ്രൻ തുടങ്ങിയവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാണ്. ന്യൂജേഴ്സി നായർ മഹാമണ്ഡലം ആൻഡ് അസോസിയേറ്റഡ് മെമ്പേഴ്സിന്റെ വിഷു ആഘോഷ പരിപാടികൾ ഏപ്രിൽ 6-ന് എഡിസൺ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്നതാണ്. ന്യൂജേഴ്സിയിലെ പ്രമുഖ നൃത്ത വിദ്യാലയങ്ങളിലെ അംഗങ്ങൾ ശാസ്ത്രീയ കലാരൂപങ്ങൾ അവതരിപ്പിക്കുന്നു. കൂടാതെ കാസ്കേഡ് ഓഫ് റിഥം എന്ന നൃത്ത സംഗീത പരിപാടിയും ഉണ്ടായിരിക്കുന്നതാണ്. We upbring the heritage of Kerala, and this time 2013 the Vishu program is going to be held in South Edison High School on April 6th. എല്ലാവരും ഇതിൽ പങ്കുചേരാൻ അഭ്യർത്ഥിക്കുന്നു. ഞാൻ ഗീതേഷ് തമ്പി, നാമത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ്. This year, as in previous years, we are focusing on the children because it's Vishu and it's New Year's, so the focus is on the children. They will perform classical items, classical dance, classical music and instrumental items. It's going to be very entertaining and interesting. Meena Sudhir, നാമത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വിഷു പരിപാടിയിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. Every year we conduct Vishu, the New Year festival of Kerala, with a variety of dance and music programs. We conduct this program to foster an understanding and appreciation of the traditional art forms of India. We'll be having a wide variety of cultural programs which includes Carnatic and Hindustani vocal performances and different variety of dance performances like Bharatanatyam, Mohiniyattam, Kuchipudi, Odissi and Kathak. A fun-filled program for a lot of activities with kids. Please do join us. For ticketing and website information, please visit us at www.namam.org. Namam Vishu 2013 is in Edison High School on April 6th. Be there to see and have lots of fun. USA Weekly News പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.